വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീല. അല്ലാഹു പറയാ, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കുന്ന കാര്യം പോലും ചെയ്യരുത്, അത് വളരെ വൃത്തികെട്ട ഒരു കാര്യമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞെന്തെന്നറിയോ? വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീല. ഖുർആൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ ഖുർആനാ പറഞ്ഞത് വസാഅ സബീല. അതിനർത്ഥം എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ചെയ്യുന്നത് ക്വാളിറ്റി ഇല്ലാത്തവരാ. പച്ച മലയാളം ഞാൻ പറയണില്ല. അള്ളാന്റെ ഖുർആൻ പറയുന്നു, ഈ വ്യഭിചരിക്കുന്നത്, ഈ വ്യഭിചാരം എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത്, ആ ചെയ്യുന്നവർക്ക് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറയാൻ പാടില്ലാത്ത വാക്കായതുകൊണ്ട് ഞാൻ പറയണില്ല. അള്ളാന്റെ ഖുർആൻ ഉമർതങ്ങൾ ചോദിക്കുന്നു, ആയിഷ ബീവിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് ആരാ? അള്ളാഹ്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത പെണ്ണിനെ കെട്ടാൻ അള്ളാഹ് പറയൂ നബിയെ? ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ അള്ളാഹ് പറയൂ? ഇല്ല. അപ്പൊ ആയിഷ തെറ്റ് ചെയ്തിട്ടില്ല നബിയെ? ഇവർ പറയുന്നത് ചുമ്മാതെയാ. എടാ ചെറുപ്പക്കാരാ, ഒരു പെണ്ണ് നിന്റെ ശരീരത്ത് തൊടുന്നത് കൈയുടെ വ്യഭിചാരം. തൊടാൻ പാടില്ല. നിന്റെ ഉമ്മ പണ്ട് ഫോട്ടോ എടുക്കാൻ വിളിക്കുമ്പോ തന്നെ ഓടുവായിരുന്നു അല്ലേ? തൊടുന്നത് കൈയുടെ വ്യഭിചാരം, പിടിക്കുന്നത് കൈയുടെ വ്യഭിചാരം, പറയുന്നത് നാവിന്റെ വ്യഭിചാരം, എല്ലാം വ്യഭിചാരമാണ്. വ്യഭിചാരത്തിന്റെ ഏറ്റവും അവസാനമാണ് ശാരീരികമായി ബന്ധപ്പെടുക എന്ന് പറയുന്നത്. ഒരു നല്ല പെണ്ണ് തൊടൂലടാ. ഒരു നല്ല പയ്യൻ, അള്ളാനെ പേടിച്ച് നടക്കുന്ന ഒരുത്തൻ നിന്റെ ശരീരത്ത് നിക്കാഹ് കഴിക്കാതെ തൊടൂല. അങ്ങനെ തൊടാത്തവനാണെങ്കിൽ ധൈര്യമായിട്ട് നിനക്ക് അവനെ തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മൾ നമ്മുടെ മക്കളെ സൂക്ഷിക്കുക. നമ്മൾ ചെയ്യുന്ന എന്താണ്? മറ്റുള്ളവന്റെ കണ്ണിൽ കിടക്കുന്ന പൊടി നമ്മൾ നോക്കും. മറ്റുള്ളവന്റെ അയൽവാസിയുടെ കണ്ണിൽ കിടക്കുന്ന പൊടി നീ നോക്കും. നിന്റെ കണ്ണിനകത്ത് കിടക്കുന്ന തടി നീ കാണൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സത്യമല്ലേ? അയൽവാസികളുടെ വീട്ടിൽ നോക്കും, എന്തെങ്കിലും ഉണ്ടോ എന്തോ ഉണ്ടോ. ഒരു പൊടി കണ്ടാ നീ പറയും. എന്നാൽ നിന്റെ വീടിന്റെ അകത്ത് മക്കള് തലയ്ക്കകത്ത് തടിയും ചുമന്നും കിടക്കാം, നീ കാണത്തില്ലല്ലോ. ആദ്യം നമുക്ക് സ്വന്തം നന്നാകാം, പിന്നെ മറ്റുള്ളവരെ നന്നാക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അള്ളാഹ് ഒരുപാട് കാര്യം ലോകത്ത് അള്ളാഹു ബുദ്ധിയെ 100 പാർട്ടാക്കിയിട്ട് 99 പാർട്ടും കൊടുത്തത് റസൂലിന്റെ തലച്ചോറിൽ. ആ ഏറ്റവും ബുദ്ധിമാനായ നേതാവാണ് കേൾക്കേണ്ടി വന്നത് ഭ്രാന്തൻ. ചെറിയ പിള്ളേരെ കൊണ്ട് ഒളിപ്പിച്ചിട്ട് വൈഫെന്ന് ഇറന്ന് കല്ലിന് കാലിന് ബ്ലഡ് വന്നിട്ട് അൽമിനോയിമാക്കിയിൽ കാണാൻ തങ്ങൾ എണീറ്റെക്കുമ്പോ അവിടുത്തെ ചെരുപ്പ് മുഖം മുഴുവൻ ബ്ലഡിന്റെ കളറായിരുന്നത്ര. ഫുൾ ബ്ലഡിന്റെ കളർ, രക്തൊഴുകിയിട്ട്. എന്നിട്ട് എണീപ്പിച്ച് നിർത്തുമ്പോ അവര് പറഞ്ഞു, ഇനി കുറച്ച് നടക്കാലേ. പിന്നെയും ഏറ് കിട്ടി. പിന്നെയും റോഹിൽ ബയാലുണ്ടല്ലോ, 2 സ്വഫായിട്ട് നിർത്തിയിട്ട് ഭ്രാന്തെന്ന് അവർ വിളിച്ചോണ്ടിരിക്കണത്. ആ സമയത്ത് നീ ദുആ ഉപയോഗിച്ചൂടായിരുന്നു. തന്റെ ഇഷ്ടക്കാരെ എത്ര പേരെ കൊന്നിട്ടുണ്ട്? ഹംസ തങ്ങളെ കൊന്നിട്ടില്ലേ? ആ സമയത്ത് ദ്വാർന്നൂടായിരുന്നു.